നിന്റെ മിഴിയിൽ നീലോൽപലം. നൊസ്റ്റാൾജിയ ഉണർത്തുന്ന പാട്ടും സിനിമയും അതിന്റെ പോസ്റ്ററും. ഇതുപോലെ ഒരുപാട് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന സിനിമാ വിശേഷങ്ങളുടെയും മറ്റും കലവറയാണ് സിനിമാ പ്രവർത്തന മേഖലയിൽ പിന്നാമ്പുറത്തും മുന്നിലുമായി പ്രവർത്തിച്ച ശാസ്തമംഗലം ഗോപന്. വയലാറിന്റെ കൈപ്പടയിൽ എഴുതിയ ഗാനത്തിന്റെ രചന മുതൽ കോയിൻ കളക്ഷൻ, പഴയ നോട്ടുകൾ, സ്റ്റാമ്പ് കളക്ഷൻ എന്നിങ്ങനെ മലയാളികൾക്ക് ഒരുപാട് പഴയ ഓർമ്മകൾ നൽകുന്ന ഒരുപാട് കളക്ഷൻസ് ശാസ്തമംഗലം ഗോപന്റെ കയ്യിലുണ്ട്. എൻ്റെ പേര് ഗോപകുമാർ എന്നാണ്. ഇനിയിപ്പോൾ ഗോപൻ ശാസ്തമംഗലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞാൻ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളാണ്. പിന്നെ ഒരു ചരിത്ര അന്വേഷി കൂടെയാണ്, ഒരു ചരിത്ര ഗവേഷകനാണ്. തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും പഴയകാല ചരിത്രങ്ങളെക്കുറിച്ച് അന്വേഷിക്കലാണ് എൻ്റെ. അത് ഭയങ്കര ഒരു ക്രേസായിട്ട് നിൽക്കുകയാണ്. അതേപടി തിരുവനന്തപുരം നഗരത്തിൻ്റെ പഴയകാല സ്ഥലനാമങ്ങളും കുറിച്ചിട്ട് റിസർച്ച് നടത്തുന്നുണ്ട്. പിന്നെ ഞാൻ മുമ്പ് അധ്യാപനത്തിലൂടെയാണ് ഈ മേഖലയിലേക്ക് എത്തണേ. അത് കഴിഞ്ഞിട്ട് ആദ്യകാലത്ത് ചെറിയ ചെറിയ ഡോക്യുമെൻ്ററികൾക്ക് സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട്, പിന്നെ ഒരു 3 ഡോക്യുമെൻ്ററി ഡയറക്റ്റ് ചെയ്തുകൊണ്ട് സീരിയൽ മേഖലയിലേക്ക് കിടക്കണം. അങ്ങനെ സീരിയൽ മേഖലയിൽ ഏകദേശം ഒരു 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അന്ന് മുതൽ ഇതിൻ്റെ സംഘാടകനായിട്ട്, അതായത് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് അന്ന് മുതൽ ഈ 2002 വരെ, അതായത് മലയാള സീരിയൽ ചരിത്രത്തിൽ തന്നെ വളരെ പ്രശസ്തമായ പമ്പരം എന്ന് പറഞ്ഞ സീരിയലിൻ്റെ പ്രൊഡക്ഷനിലാണ്. അത് 5 വർഷം. അതോടൊപ്പം തന്നെ സൂര്യ ടി വിയിൽ വരുന്ന ആദ്യത്തെ മ്യൂസിക് റിയാലിറ്റി ഷോകളായ സ്വരമഞ്ജരി, രാഗലയം, പാടാം നമുക്ക് പാടാം, അത് ഇന്നത്തെ അല്ല, അന്ന് സാങ്കേതിക വിദ്യ പോലും ഇല്ലാതിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന മ്യൂസിക് റിയാലിറ്റി ഷോകളായിരുന്നു. അതിൽ കേരളത്തിലെ പ്രശസ്തരായ ഒരുപാട് ആൾക്കാരെ പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടിക്കാലം മുതൽ മാസിക പ്രവർത്തനം ഉണ്ടായിരുന്നു. അന്ന് സ്വരം, വചനം, സർഗം എന്നൊക്കെ പറഞ്ഞ ചെറിയ മാസികകൾ. അതിലൂടെ എൻ്റെ ഏറ്റവും സഞ്ചാരം എന്ന് പറഞ്ഞാൽ സാഹിത്യമേഖലയിലെ ആൾക്കാരുമായിട്ടുള്ള ചങ്ങാത്തങ്ങളായിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു പരിധി വരെ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തെ പല സംഘടനകൾ, ഇന്നിപ്പോൾ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ തിരുവനന്തപുരത്ത് 16 ദിവസം പുത്തരിക്കണ്ട മൈതാനത്ത് പ്രശസ്തരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഗാനമേള നടത്തിയ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു സംഘടനയുടെ സംഘാടകനാണ്. അതേപടി തന്നെ പ്രൈം മിനിസ്റ്റർ സുഹൃസമിതി, ഗൗരി ഫൗണ്ടേഷൻ, അങ്ങനെ തുടങ്ങി തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു 14ഓളം സംഘടനയുടെ കോർഡിനേറ്ററാണ്. പിന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഇവൻ്റ് കോർഡിനേറ്ററാണ്. അതെനിക്കൊരു ഭയങ്കര ക്രേസാണ് ഇവൻ്റ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതുവഴി ഈ സിനിമയിലെ വളരെ പ്രശസ്തരായ പഴയ ആൾക്കാരെ കണ്ടെത്തിയിട്ട് ഇപ്പോൾ 50 പേരെ ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. നെയ്യാറ്റിൻകര കോമളം മുതൽ ആദ്യത്തെ കൃഷ്ണൻകുട്ടി നായർ മുതലുള്ള പഴയകാല സിനിമ പ്രവർത്തകർ, നെയ്യാറ്റിൻകര കോമളം, പിന്നെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഇവിടുത്തെ പാട്ടുകാർ കുറേ പേര്. അതായത് ഇപ്പോൾ തന്നെ നമ്മുടെ മരിച്ചുപോയ നമ്മുടെ ചുനക്കര രാമൻകുട്ടി സാറ്, ക്യാമറാമാൻ രാമേന്ദ്ര ബാബു സാറ്, പിന്നെ എൻ്റെ ഏറ്റവും ആദ്യകാലത്തെ സൗഹൃദങ്ങൾ ഞാൻ തിക്കുറിശ്ശി സുകുമാരൻ സാറായിട്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് ഇവരെല്ലാം അറിയാനുള്ളൊരു ആകാംക്ഷ അന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ വെള്ളയമ്പലത്ത് ടി.എൻ. ഗോപിനാഥൻ നായർ, വീരരാഘവൻ നായർ, വേണു നാഗവള്ളിയുടെ അച്ഛൻ നാഗവള്ളി RS കുറുപ്പ്, ഇവരെല്ലാം വാട്ടർ വർക്സിൻ്റെ അവിടെ ഒത്തുകൂടുമായിരുന്നു. അപ്പോൾ അന്നെല്ലാം ഈ വയസ്സായ ആൾക്കാരുമായിട്ട് എൻ കൃഷ്ണപിള്ള സാറ്, ഇവരെല്ലാമായിട്ട് ഇടപഴകാനുള്ളൊരു ഇതുണ്ടായിട്ടുള്ളതാണ്. ആ സൗഹൃദം കൂടാനായിട്ടുള്ളൊരു സമയം ഉണ്ടായിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ബി ഭാസ്കര മാഷ് ജവഹർലാലിൽ താമസിക്കണം. ഞാൻ അതിൻ്റെ അടുത്തായിരുന്നു. തിക്കുറിശ്ശേട്ടൻ പിന്നെ ആ വീട്ടിൽ ഒരു 11 മണിക്ക് ശേഷം വിളിക്കും, അവിടെ ചെല്ലും, അവിടെ ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങളും കഥകളും പറയും. അപ്പം അങ്ങനെയുള്ള പഴയകാല ആൾക്കാരുമായിട്ടുള്ള നല്ലൊരു, അതായത് ഇപ്പോൾ നമ്മുടെ എഴുത്തുകാരൻ ശശിധരൻ ആറാട്ടുവഴി, നമ്മുടെ KS ജോർജ്, MK അർജുനൻ മാഷ്, പട്ടണക്കാട് പുരുഷോത്തമ സാറിൻ്റെ വീട്ടിലാണ് ഈ MK അർജുനൻ മാഷ് താമസിക്കാൻ വരുന്നത്. അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു. അന്ന് മുതൽ ഇവരുമായിട്ട് ഞാൻ വൈകുന്നേരങ്ങളിലുള്ള എൻ്റെ യാത്രകളിൽ ഇങ്ങനെ ഭയങ്കര സഞ്ചാരങ്ങളിൽ പഴയ ഓർമ്മകളും അതും ഇതുമെല്ലാം പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ തിലകൻ ചേട്ടൻ, പിന്നെ ഈ നാടക പ്രസ്ഥാനത്തിലുള്ള ഈ പഴയ ആൾക്കാരുമായിട്ടുള്ള ചങ്ങാത്തം, അത് ഈ ആധുനിക നാടകങ്ങൾ കാണൽ ഒരു ക്രേസായിട്ട് മാറി. അത് അന്ന് ശാസ്ത്രമംഗലത്ത് ആദ്യമായിട്ട് P&T റിക്രിയേഷൻ ക്ലബ്ബായിരുന്നു ഈ ആധുനിക, അതായത് കാവാലത്തിൻ്റെ നാടകങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന, അതായത് കടമനിട്ട മുതൽ ഇങ്ങോട്ടുള്ള D. വിനയേന്ദ്രൻ, കടമനിട്ട
കലാധരൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് ആ സൗഹൃദങ്ങൾ കലാധരൻ ചേട്ടനൊക്കെ ആയിട്ട് ഇന്നും നിലനിർത്തി പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ നെടുമുടി വേണുചേട്ടനെ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ലൈഫ് ഗാർഡ് എന്ന സീരിയൽ രംഗത്ത് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ആ സീരിയലിൽ ഞാനും ഒരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവസാനത്തെ തിലകൻ ചേട്ടൻ്റെ സിനിമ, ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിയുടെ കൂടെ. പുള്ളിയുടെ ലാസ്റ്റ് പടം അത് കഴിഞ്ഞിട്ടാണ് പുള്ളി വേറൊരു ചിത്രത്തിലേക്ക് പോയത്. അതിൻ്റെ ഒരു കട്ട് ഷോട്ട് എടുത്ത് നമ്മുടെ ലാസ്റ്റ് ഇതിൽ അതിൽ നിന്ന് വന്ന് എടുത്തിട്ട് അന്നും ഇന്നും എന്നും എന്ന് പറഞ്ഞ പടമായിരുന്നു. അങ്ങനെ ഈ സാഹിത്യകാരന്മാരുമായിട്ടുള്ള ആ യാത്രകൾ തിരുവനന്തപുരത്ത് ഇന്നും തുടരുന്നു. ഇന്നും തിരുവനന്തപുരത്ത് ഇവരായിട്ടുള്ള കാര്യം ഇവരെല്ലാം ഇൻ്റർവ്യൂ ഉള്ള അവസരം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു പത്രക്കാരനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഞായറാഴ്ചകളിൽ ഈ സപ്ലിമെൻ്റ് ഉള്ള പത്രം എനിക്ക് ഭയങ്കര വായന കുട്ടിക്കാലം മുതലേ ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഇല്ലൻ്റെ മാഗസിൻ നടത്തിയിരുന്നു, സ്വരം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ കോളേജുകളിൽ പഠിക്കും. ഞാൻ സ്കൂൾ തലങ്ങളിൽ ഈ സംഘാടന പാഠവും ഭയങ്കരമായിട്ട് ക്രേസായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വായനാശീലം. അതായത് അമ്മ പണ്ട് കാലങ്ങളിൽ ഈ മലയാള മനോരമ അങ്ങനെ തുടങ്ങി പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഈ നാറാണത്ത് ഭ്രാന്തൻ അങ്ങനെയുള്ള കഥകൾ വായിക്കൽ. അപ്പോൾ അതിനകത്തുള്ള ചെറിയ ചെറിയ നുറുങ്ങുകൾ, അച്ഛൻ ഒരു ആയുർവേദ വൈദ്യം കൂടി ഉണ്ടായിരുന്ന ആളായത് കാരണം അപ്പോൾ ഈ അമ്മയുടെ വായനാശീലം എനിക്ക് നേരെ പകർന്നു കിട്ടി. അപ്പോൾ അതിലൂടെ ഈ വായിക്കാനുള്ള ക്രേസ് എനിക്ക് കൂടി വരികയും ചെയ്തു. അപ്പോൾ ഈ അമ്പിളിയമ്മാവൻ, പൂമ്പാറ്റ, അങ്ങനെ തുടങ്ങി പഴയ ബാലയുഗം, ബാലരമ, അതിനെല്ലാ ഷെയറുകൾ എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ അതങ്ങനെ ഷെയറിച്ച് വെക്കാലും ഈ ഏതൊരു സാധനം ഉണ്ടെങ്കിലും ഒരു ചെറിയ തുണ്ട് പേപ്പർ ഉണ്ടെങ്കിലും അന്ന് ഈ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു. അത് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഇതിങ്ങനെ പഴയതിനെ എടുത്ത് നോക്കുമ്പോൾ ആ പഴമ ഭയങ്കരമായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ പഴമയെക്കുറിച്ച് അപ്പോൾ അന്ന് അദ്ദേഹം കൊണ്ടുവന്ന് ഈ സപ്ലിമെൻ്റ് കളയാതെ സൂക്ഷിക്കുമായിരുന്നു. അപ്പോൾ ഈ പ്രശസ്തരുടെ പേപ്പറും ഇപ്പോൾ എൻ്റെ ഏകദേശം ഇന്നേവരെ മലയാള സിനിമയിൽ മരിച്ചു പോയിട്ടുള്ള എല്ലാവരുടെ പത്രങ്ങളും ഉണ്ട്, സിനിമക്കാരുടെ. പിന്നെ ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ടുള്ള, അതായത് പ്രേം നസീർ, ഇന്ദിരാഗാന്ധി, മഹാരാജാവ് തുടങ്ങി എല്ലാവരുടെയും ഇതുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ മാസികകളുടെ ഷെയറിന് ഇപ്പോൾ ഈ മാസിക ഞങ്ങൾ എടുത്ത് കൊടുക്കുമ്പോൾ പിന്നെ ഒരു കാലത്ത് ഈ മാസിക അന്ന് ഇനി കിട്ടത്തില്ലല്ലോ, അങ്ങനെ ഇത് സൂക്ഷിക്കപ്പെട്ട് ഇത് സാധനം നില അതിനകത്ത് അല്ല പ്രധാനപ്പെട്ട മാസികകൾ സൂക്ഷിച്ചു തുടങ്ങിയപ്പോൾ ഏകദേശം 5000-ന് പുറത്തായി കഴിയും. സൺഡേ സപ്ലിമെൻ്റ് ഏകദേശം 4500. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പിന്നീട് എടുത്ത് റെഫറൻസ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് അന്നത്തെ ജേർണലിസം ഭയങ്കര എഴുത്തും ഇതുമെല്ലാം വളരെ രസകരമായ സാധനങ്ങളായിരുന്നു അന്നത്തെ ജേർണലിസം എന്ന് പറയുന്നത്. അന്വേഷണാത്മക ജേർണലിസമായിരുന്നു. ഇന്നങ്ങനെയല്ല, ഇന്നിങ്ങനെ നോട്ടീസ് ജേർണലിസം, കിട്ടുന്ന സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് പഴയതെന്ന് എടുത്തു വെച്ചു. എനിക്ക് തന്നെ വിചിത്രമായ ഒരുപാട് സാധനമുണ്ട്. ഒരു ലേഖനം ഒരാൾ എഴുതി തന്നെ 4 സപ്ലിമെൻറ്റിൽ ആദ്യത്തെ പാരഗ്രാഫ് മാറ്റിയിട്ട് വന്ന ഒരു സാധനം ഇടിപ്പുണ്ട്. അപ്പോൾ അത് വന്നപ്പോൾ പിന്നിങ്ങനെ വെറൈറ്റി ഈ ഷർദിലുകളുടെ പുറകെ പോകാതെ ആരും ശേഖരിക്കപ്പെടാത്ത സാധനം ശേഖരിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു ഇപ്പോഴത്തെ ഈ ബാക്കി ശേഖരങ്ങളുടെ ഒരു യാത്ര. പ്രേം നസീറിൻ്റെ തന്നെ കംപ്ലീറ്റ് ശേഖരങ്ങൾ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള പുള്ളിയുടെ മാസികകളും പത്ര കട്ടിങ്ങുകളും അത് ഒരുപാടുണ്ട്. അതേപടി തകഴിച്ചേട്ടൻ്റെ ഇതുവരെ ഇറങ്ങിയ പഴയ ഈ നാട് തുടങ്ങി റെയറായിട്ടുള്ള പത്രങ്ങളിലൂടെയുള്ള തകഴി സ്പെഷ്യലുണ്ട്. പിന്നെ അതേപടി തന്നെ വയലാർ രാമവർമ്മയുടെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ഷെയറുണ്ട്. പിന്നെ മധുസാറിൻ്റെ ഇത് ഞാൻ മധുസാറിനെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി പുഷ്പൻ ചേട്ടന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ശേഖരം, മധുസാറിൻ്റെ ഒരുപാട് ശേഖരം ഉണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ഇറങ്ങിപ്പോയാൽ നമുക്ക് അത്ഭുതങ്ങളാണ് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ എഴുതിയൊരു സാധനത്തിൻ്റെ പ്രത്യേകിച്ച് പറയാം. തിക്കുറിശ്ശി സുകുമാരൻ നായരാണ് മലയാള സിനിമയിലെ ഗാനരചയിതാവിലെ ലോക റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡെന്ന് പറയാം. കാര്യം ആ റെക്കോർഡ് കടക്കാനായിട്ട് മലയാളത്തിൽ ആർക്കും കഴിഞ്ഞിട്ടില്ല, ഇനി കടക്കത്തുമില്ല. അതായത് ഒരു സിനിമയിൽ 26 പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണം ഇപ്പോൾ 101 പാട്ട് പുള്ളി എഴുതിയിട്ടുണ്ട്. ആ 101 പാട്ടുകളുടെ കളക്ഷൻ, അത് എഴുതിയത് വരികൾ, അങ്ങനെ കംപ്ലീറ്റ് അത് ശേഖരിച്ചിട്ട് മലയാള സിനിമയിൽ തിക്കുറിശ്ശി 101 അത് ലോക റെക്കോർഡിനുടമാണെന്നൊരു ലേഖനം ഇപ്പോൾ എഴുതിയിട്ടുണ്ട് സാർ.
താങ്കളുടെ അടുത്ത് ഉണ്ടാകുന്ന 5 പൈസ താങ്കൾ കണ്ടുപോയിട്ടുണ്ടാകും. പക്ഷേ അതിൽ ഞാൻ കളക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും പഴയ പൈസ കളക്ട് ചെയ്യുമ്പോൾ ഇന്ന് ഇറങ്ങുന്ന 5 പൈസകളുടെ വ്യത്യസ്തമായ 5 പൈസയാണ്, വ്യത്യസ്തമായ 2 പൈസകളായിരിക്കും എൻ്റെ ശേഖരങ്ങളിലുള്ളത്. അപ്പോൾ അത് ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കാര്യം അതിൽ ആരും കാണാതെ ഇപ്പോൾ 85ഓളം വെറൈറ്റി 5 പൈസയുണ്ട്. ഏകദേശം അതോട് തന്നെ 90ഓളം ടൈപ്പ് 2 രൂപയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ആരും കാണാത്ത കുറേ വ്യത്യസ്തം. താങ്കൾ ചോദിച്ച ചോദ്യത്തോട് എനിക്ക് എന്തെങ്കിലും നേടിയോന്ന് ചോദിച്ചാൽ ഇല്ല. ഒരിക്കലും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ നമ്മുടെ ഈ ഇതിൽ നിന്ന് തികഞ്ഞെടുത്ത് എന്തെങ്കിലും അറിവ് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ അത് പൂർണ്ണമായിട്ട് ഇന്നതാണെന്ന് നമുക്ക് തർക്കിക്കാൻ പറ്റുന്നൊരു സംവിധാനത്തിലേക്ക്. എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ താല്പര്യമുണ്ട്, പക്ഷെ അതിനുള്ള സാഹചര്യമൊത്തലും നമ്മളത് പ്രദർശിപ്പിക്കുന്നതാണ്. കാര്യം ഇത്രയും സാധനം പ്രദർശിപ്പിക്കണമെങ്കിൽ ഏകദേശം നമ്മുടെ ഒരു വീതി തന്നെ വേണം. കാര്യം നമ്മളിപ്പോൾ ഒരു പുസ്തകം കൊണ്ട് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സാധനം കൊണ്ട്, ഇതിപ്പോൾ നമ്മുടെ ഇരിക്കുന്ന വെറൈറ്റി പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ പുസ്തകങ്ങൾ 2 പുസ്തകങ്ങൾ വെച്ചാൽ നമ്മൾ വെച്ചേക്കും. അപ്പോൾ അത് ആ 2 പുസ്തകം തന്നെ നിരന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ തന്നെ ഒരു എത്രയോ മാത്രം ഇപ്പം താങ്കൾക്ക് കാണിച്ചെന്ന പുസ്തകങ്ങൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ നസീറിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ നമ്മളിപ്പോൾ ഒരു 10-12 പുസ്തകം കഴിച്ചു, പക്ഷെ അതിലും ഉപരി 10-20ഓളം പുസ്തകങ്ങൾ തന്നെ അതിൻ്റെ പിന്നാമ്പുറങ്ങളുണ്ട്. ഇപ്പം തന്നെ ഈ പലരും ഈ സംഭവങ്ങൾ അറിഞ്ഞ് ഈ യൂട്യൂബ് ചാനലുകാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കാണിക്കാത്ത കുറേ കാര്യം. ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഇപ്പോൾ ലോകകപ്പ് നടക്കുകയാണ്. ഫുട്ബോളിൻ്റെ മാത്രം ശേഖരമുള്ള സ്റ്റാമ്പുണ്ട്. അപ്പോൾ താങ്കൾക്ക് നേരത്തെ കാണിച്ചു തന്ന ഒരു ലോട്ടറി ടിക്കറ്റ് ഉണ്ടാകും. കാര്യം ക്ഷേമനിധി ബോർഡിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് അന്ന് കേരളത്തിലെ സിനിമാക്കാരും സീരിയലുകാരും റോഡാന്തരം നടന്ന് വിറ്റ് ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കാൻ ലോട്ടറി ടിക്കറ്റ്. ഇതൊന്നും ആരത്തും ഉണ്ടാവില്ല. ആദ്യത്തെ ലോട്ടറി മുതൽ കുറേ ലോട്ടറിയുടെ കളക്ഷനുണ്ട്, ഈ സിനിമാ പുസ്തകങ്ങളുടെ കളക്ഷനുണ്ട്. അതിങ്ങനെ ഏതെങ്കിലും ഇതിനകത്ത് ഒത്തുവരുവാണെങ്കിൽ നമുക്കൊരു എക്സിബിഷൻ സംഘടിപ്പിക്കാവുന്നതാണ്. സിനിമകളെക്കുറിച്ച് പഠിക്കുന്നവർക്കും സിനിമയുടെ പഴയ ചരിത്രങ്ങൾ അന്വേഷിക്കുന്നവർക്കും ഈ ശേഖരണങ്ങൾ വളരെ ഉപകാരപ്രദമായിരിക്കും. കാടുകളിൽ താളം തുള്ളി നടന്നപ്പോൾ പണ്ടൊരു ചിലമ്പു കിട്ടി, ഒന്നിൻ ചിലമ്പു കിട്ടി.